നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒരു മാസത്തിനുള്ളിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് മോഷണം നടത്തി പോലീസിന് തലവേദന സൃഷ്ടിച്ച പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. പാഞ്ഞാൾ പഞ്ചായത്തിലെ ശ്രീപുഷ്പകരം കുറ്റിയ മുച്ചിക്കൽ വീട്ടിൽ അക്ബർ അലിയാണ് കുന്നംകുളം ACP ചുമതലപ്പെടുത്തിയിരുന്ന പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ചേലക്കര, വടക്കാഞ്ചേരി, എരുമപ്പെട്ടി, പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ വിവിധ ആരാധനാലയങ്ങളിലെ നിലവിളക്കുകളും ഉരുളികളും ചെമ്പുപാത്രങ്ങളും മറ്റും മോഷ്ടിച്ച് വടക്കാഞ്ചേരിയിലുള്ള ആക്രിക്കടയിൽ വിൽക്കുകയാണ് ഇയാളുടെ രീതി. പൈങ്കുളം ഉണ്ടിക്കൽ ക്ഷേത്രം, വെട്ടിക്കാട്ടിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം, പാഞ്ഞാൾ കാട്ടിൽക്കാവ് ക്ഷേത്രം, പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രം, വരവൂരിലെ മറ്റൊരു ക്ഷേത്രത്തിലും, ചേലക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള വെങ്ങാനെല്ലൂർ എടത്തറക്കോവിൽ, കിള്ളിമംഗലം വനദുർഗ ക്ഷേത്രം, ഉതുവടി ക്രിസ്ത്യൻ കുരിശുപള്ളി എന്നിവിടങ്ങളിൽ നിന്നും, എരുമപ്പെട്ടി, തളി, തിരുത്തിപ്പറമ്പ്, തേവർ ശിവക്ഷേത്രത്തിൽ നിന്നും മോഷണം നടത്തിയിട്ടുള്ളതായി പ്രതി സമ്മതിച്ചതായി ചെറുതുരുത്തി CI ബോബി വർഗീസ് പറഞ്ഞു. 2 ദിവസം മുമ്പ് പാഞ്ഞാൾ പടിഞ്ഞാറ്റുമുറി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് നിലവിളക്കുകൾ മോഷ്ടിക്കാനെത്തിയപ്പോൾ CCTV ക്യാമറയിൽ പ്രതിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. CCTV ന്യൂസ്, തളി. ടാറിംഗ് നടത്തിയ റോഡിൽ ദിവസങ്ങൾക്കകം തന്നെ ടാർ അടർന്നു പോയതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. കൊപ്പം പഞ്ചായത്തിലെ ചക്കുറ്റി റോഡ് നിർമ്മാണത്തിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കൊപ്പം പഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉൾപ്പെടുന്ന തൃത്താലക്കൊപ്പം ചക്കുറ്റി റോഡിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയത്. ദിവസങ്ങൾക്ക് മുമ്പാണ് റോഡിൽ ടാറിംഗ് നടത്തിയത്. ഈ ടാറാണ് ഇപ്പോൾ വലിയ തോതിൽ അടർന്നു പോകുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികളാണ് റോഡ് തകരുവാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നേരത്തെ റോഡ് നവീകരണം പാതിവഴിയിൽ കിടക്കുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു. ഇതേ തുടർന്നാണ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായുള്ള ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചത്. എന്നാൽ ടാറിംഗ് നടത്തിയ ദിവസങ്ങൾ പിന്നിടുന്നപ്പോൾ തന്നെ ടാറ അടർന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം നടപ്പാക്കിയത്. 500 മീറ്ററോളം വരുന്ന റോഡിലാണ് ഈ വിധത്തിലുള്ള പ്രവൃത്തികൾ നടപ്പാക്കിയെന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധം. 1 ഇഞ്ച് കനം പോലും ഇല്ലാതെയാണ് ടാറിംഗ് നടത്തിയിരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. 500 മീറ്ററിന് 20 ലക്ഷം രൂപ കോൺട്രാക്ട്. ഈ കോൺട്രാക്റ്റിൽ ഈ റോഡ് മൊത്തവും അവിടെ ഇട്ടതിൻ്റെ പിറ്റന്ന് തന്നെ പൊളിഞ്ഞു കഴിഞ്ഞു, പൊട്ടി. അവിടെയൊക്കെ അവർ അവരുടെ ഇതുകൊണ്ടൊന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് മണലും ഇട്ട് അവരെ പരിഹാരം അങ്ങ് ആക്കി. പക്ഷെ അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് മാത്രമല്ല, ഇവിടെ ഇനി ഒരുപാട് പൊളിക്കാനുണ്ട്. ഈ സ്ഥലം മൊത്തവും ഇവിടെ മുതൽ അതുവരെ കംപ്ലീറ്റ് ഈ ഭാഗം മണലാണ് അടിയിൽ. ഈ മണലിൻ്റെ പുറത്തൊരു ശകലം ടാറ് പോലും ഒഴിക്കാതെ ഈ കോൺക്രീറ്റ് ഇട്ടതാണ് ഇപ്പോൾ ഈ ഇളകി വരുന്നത്. ഇത് ഇന്ന് പഞ്ചായത്തിൽ നിന്ന് പ്രസിഡന്റ്, ഓവർസിയർ, AE ഇവരെല്ലാവരെയും ഇവിടെ വിളിച്ച് വരുത്തി ഇത് കണ്ടിട്ട് അവർ വളരെ നല്ല രീതിയിൽ തപ്പിയവർ ഇത് പണി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഇതേ രൂപത്തിലാണ് പണി ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം പൂർണ്ണമായിട്ട് നേരായ രൂപത്തിൽ ഉണ്ടാവണം. അത് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം. ഏതാണ്ട് 2 വർഷത്തിലധികമായി ഈ റോഡ് പൊളിച്ചിട്ട് ഇവിടെ ഈ ചക്കുറ്റി നിവാസികളെല്ലാം നിർത്തി കൂടുകയും പഞ്ചായത്തിനെതിരെ ഈ റോഡ് പണി എടുക്കാത്തതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ റോഡ് പണി ചെയ്തത്. ഇന്നേക്ക് 10 ദിവസമായിട്ടാണ് ഈ റോഡ് പണി ചെയ്തിട്ട്. ഏതാണ്ട് ഈ റോഡ് അപ്പോൾ തന്നെ ഓവർസിയറോട് ഞങ്ങൾ പറഞ്ഞു ഇവിടെ ശരിക്കും പണിയെടുക്കില്ലായിരുന്നു. ഓവർസിയർ പറഞ്ഞു ഞങ്ങളിതെല്ലാ പേപ്പർ വർക്കും പഠിച്ച് പാസ്സായി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അറിയും ഞങ്ങൾ നോക്കിക്കോളാം ഇത് പറഞ്ഞു. അവരുടെ കൺമുന്നിൽ വെച്ച് എടുത്ത പണിയാണിത്. ഓരോ മലയാളിയുടെ മനസ്സിലും വിഷുവും കണിക്കൊന്നയും ഉണർത്തുന്ന അനുഭൂതി വിവരിക്കാനാകാത്തതാണ്. മറ്റൊരു വിഷുക്കാലത്തിനായി പ്രകൃതി ഒരുങ്ങുമ്പോൾ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും അടയാളവുമായി കണിക്കൊന്നകൾ പൂത്ത കാഴ്ചകളും സജീവമായി. നിതീഷ് വേലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ, പൂക്കാതിരിക്കാൻ എനിക്ക് ആവതില്ലേ. ഡോക്ടർ അയ്യപ്പ പണിക്കർ എഴുതിയ ഈ വരികൾ പ്രവാസി മലയാളികൾക്കാകാം ഏറ്റവും ഗൃഹാതുരത്വമുണർത്തുന്നതായിരിക്കുന്നത്. മഞ്ഞനിറം പ്രണയത്തിന്റെയും സമൃദ്ധിയുടെയുമാകുമ്പോൾ കണിക്കൊന്നയെ സ്നേഹിക്കാതിരിക്കുന്നതെങ്ങനെ? കൊടുംവേനലിന് തൊട്ടുമുമ്പ് പൂവിടുകയും
കാലവർഷമാകുമ്പോഴേക്കും കായ്കൾ വിത്ത് വിതരണത്തിന് പാകമാവുകയും ചെയ്യുന്നതാണ് കണിക്കൊന്നയുടെ ശീലം. വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ കൊന്നമരം ഇലകൾ പൊഴിക്കുകയും മാർച്ച് മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ പൂവിട്ടു നിൽക്കുകയും ചെയ്യും. കൊന്നപൂത്ത് ഏകദേശം 45 ദിവസത്തിനകം കാലവർഷമെത്തുമെന്ന കണക്കും ഒരു പതിറ്റാണ്ട് മുൻപ് വരെ ശരിയായി വന്നിരുന്നു. കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയുടെ ശാസ്ത്രനാമം കാഷ്യ ഫിസ്റ്റുല എന്നാണ്. കർണികാരമെന്ന് സംസ്കൃതത്തിലും ഇന്ത്യൻ ലബേണം, ഗോൾഡൻ ഷവർ എന്നൊക്കെ ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു. കേരളത്തിൽ എല്ലാ പ്രദേശങ്ങളിലും കണ്ടുവരുന്ന കണിക്കൊന്ന നൊസ്റ്റാൾജിയ പേറുന്ന മലയാളികൾ ഇപ്പോൾ കേരളത്തിന് പുറത്തും നട്ടുവളർത്തുന്നുണ്ട്. ഇല പൊഴിയുന്ന മരമായതിനാൽ ഇലയൊഴിഞ്ഞ ശിഖരങ്ങളിൽ മഞ്ഞപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കൽ കൂടിയാണ്. കണക്കുതെറ്റിച്ച് കാലവും കണക്കും ഒന്നും പരിഗണിക്കാതെ ഇന്ന് കണിക്കൊന്ന പൂക്കുന്നത് കാണാം. അടുത്ത കാലത്ത് നടന്ന പഠനങ്ങളനുസരിച്ച് എപ്പോഴൊക്കെ മണ്ണിലെ ജലാംശം പരിധി വിട്ട് കുറയുന്നോ അപ്പോഴൊക്കെ കണിക്കൊന്ന പൂക്കും എന്ന സ്ഥിതിയാണ്. സസ്യങ്ങളുടെ പുഷ്പിക്കൽ പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോണാണ്. ചൂട് കൂടുമ്പോൾ ഫ്ലോറിജന്റെ ഉൽപാദനം കൂടും. അങ്ങനെ ചൂടിന്റെ വർധനവും കൊന്ന പൂവിടുന്നതിനെ സ്വാധീനിക്കും. സാധാരണയായി മാർച്ചിൽ പൂക്കേണ്ട കണിക്കൊന്ന ജനുവരിയിലും ഫെബ്രുവരിയിലുമൊക്കെ ഇപ്പോൾ പൂക്കാറുണ്ട്. ആഘോഷങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന മലയാളികൾക്ക് വിഷുവിന്റെ കടന്നുവരവറിയിക്കുന്ന കണിക്കൊന്നകളും പ്രിയമേറിയവയാണ്. CCTV ന്യൂസ്, വേലൂർ. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ മോദി സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് അഡ്വക്കേറ്റ് KM പ്രേംകുമാർ MLA. പട്ടാമ്പിയിൽ ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITUവിന്റെ പട്ടാമ്പി ഏരിയ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടാമ്പി രാജസ്മാരകത്തിൽ വെച്ചാണ് ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള CITUവിന്റെ പട്ടാമ്പി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K പ്രേംകുമാർ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാർക്ക് വേണ്ടി കഴിഞ്ഞ 10 വർഷവും മോദി സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന മോദി സർക്കാർ ഹിന്ദുവിന് വേണ്ടി എന്താണ് ചെയ്തതെന്നും K പ്രേംകുമാർ MLA ചോദിച്ചു. ഏതാണ്ട് 7 പതിറ്റാണ്ടിലധികം കാലം പിന്നിട്ട് വരുന്ന ഈ സന്ദർഭം കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് രാജ്യത്തെ മനുഷ്യരുടെ പട്ടിണി പരിഹരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. ഒരു ബദലാണ് ഉയർത്തുക എന്ന് പറഞ്ഞ അധികാരത്തിൽ വരികയും ഞങ്ങളെയും ഒന്ന് പരീക്ഷിക്കൂ എന്ന് ജനങ്ങൾക്ക് മുമ്പാകെ വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയും ചെയ്ത അധികാരത്തിൽ വന്ന് 2 ടേം 10 വർഷം ഇന്ത്യയിൽ അചഞ്ചലമായി ഭരിക്കാൻ സാധിച്ച ഗവൺമെന്റ് ഇന്ത്യയിലെ ആരുടെ താല്പര്യമാണ് സംരക്ഷിച്ചത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നാം ഉയർത്തേണ്ടതുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ പട്ടിണി കിടന്ന് ഭരിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. മഹാഭൂരിപക്ഷവും അതിൽ ഹിന്ദുക്കളാണ്. ഒരു ഹിന്ദുവിന്റെ താല്പര്യവും രാജ്യത്തെ സംരക്ഷിക്കാൻ പൊതുവിൽ ഹിന്ദുവിന്റെ പേര് പറഞ്ഞ അധികാരത്തിൽ വന്ന ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൺവെൻഷനിൽ ഏരിയ പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. A ചന്ദ്രൻ, VT മനോജ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പ്രവാസി കോൺഗ്രസ് മുതുതല മണ്ഡലം പ്രസിഡന്റായിരുന്ന P മണികണ്ഠന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നു. സഹപ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം. വീടിന്റെ തറക്കല്ലിടൽ DCC പ്രസിഡന്റ് A തങ്കപ്പൻ നിർവഹിച്ചു. പ്രവാസി കോൺഗ്രസ് മുതുതല മണ്ഡലം പ്രസിഡന്റായിരുന്ന P മണികണ്ഠന്റെ കുടുംബത്തിനുള്ള സ്വപ്ന വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. 3 മാസം മുമ്പ് പട്ടാമ്പി തെക്കുമുറിയിൽ ബൈക്കപകടത്തിലാണ് P മണികണ്ഠൻ മരിച്ചത്. തുടർന്ന് സഹപ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു വീട് നിർമ്മാണം ഏറ്റെടുത്തത്. വീട് നിർമ്മാണത്തിന്റെ തറക്കല്ലിടൽ DCC പ്രസിഡന്റ് A തങ്കപ്പൻ നിർവഹിച്ചു. മുൻ MLA CP മുഹമ്മദ്, കമ്മുകുട്ടി എടത്തോൾ, ആസീസ് പട്ടാമ്പി, EK മുഹമ്മദ് കുട്ടിയാജി, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സക്കീർ തയ്യിൽ, നാസർ ചൂരക്കോട്, KP ഷാഹിദ്, പ്രവാസി കോൺഗ്രസ് നേതാക്കളായ P കുഞ്ഞാനു, MC മജീദ്, സെയ്ദലവി ശങ്കരമംഗലം, യാഹു പട്ടാമ്പി, ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PV അഷറഫ്, കൺവീനർ P ജനകൻ, ട്രഷറർ KV മുഹമ്മദ് അലി, സെയ്ദ് കോടനാട്, നൂറുദ്ദീൻ, ശ്രീജേഷ്, ഹക്കീം ചൂരക്കോട്, മൻസൂർ ചൂരക്കോട് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നിയിട്ടുള്ള ശ്രീ ഈ യോഗം നമ്മളേറെ ദുഃഖിപ്പിച്ചതാണ്. അന്ന് നമ്മൾ ആ വീട് എത്തിച്ചേരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖങ്ങളും യാദൃച്ഛ്യമായി നമ്മൾ വിട്ടുപോയെങ്കിൽ പോലും അവർക്ക് ഒരു ഭവനം ഉണ്ടാക്കണമെന്ന് അഷറഫിൻ്റെ നേതൃത്വത്തിൽ പ്രവാസികളും കോൺഗ്രസ്സുകാരും അന്ന് തന്നെ അവർ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ശബലീകരണത്തിൻ്റെ തുടക്കമാണ് 100%. അത് മാത്രമല്ല, അവരുടെ കുടുംബം, അവരുടെ മകൾ ഉൾപ്പെടെയുള്ള അവരുടെ വിദ്യാഭ്യാസം, അവർക്കതുപോലെ തന്നെ ഒരു നല്ലൊരു വീട് എന്നുള്ളത് മണികണ്ഠൻ സ്വപ്നം കണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടില്ലെങ്കിലും സഹപ്രവർത്തകരായിട്ടുള്ള നമ്മളെല്ലാവരും കൂടി
അത് പൂർത്തിയാക്കി ആ കുടുംബത്തിന് നല്ലൊരു വീട് എല്ലാവരുടെ സഹായത്തോടുകൂടി നമ്മൾ നിർമ്മിച്ചു കൊടുക്കുക. മുൻകൈ എടുത്തിട്ടുള്ള എല്ലാവർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ നിങ്ങൾ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് ആ കുട്ടിക്കുള്ള വിദ്യാഭ്യാസം നമ്മൾ അതുകൂടി ഒന്ന് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മണികണ്ഠൻ ജീവിച്ചിരിക്കുന്നതിനേക്കാളേറെ ആ കുടുംബത്തിന് ഗുണകരമായിട്ടുള്ളൊരു സംഭവമായി മാറും. ദീർഘകാലമായി പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന അദ്ദേഹം അല്പകാലം ഗൾഫിലും പോയി പ്രവർത്തിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കുടുംബത്തിനൊരു വീടുണ്ടാക്കുവാനോ കുടുംബത്തിന് മുന്നോട്ട് പോകുവാനോ സാമ്പത്തികമായി കഴിവില്ലാത്ത ഒരു നിസ്വനായിട്ടാണ് അദ്ദേഹം നിര്യാതനായത്. മണികണ്ഠൻ്റെ നിര്യാണം എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഒരു വീട് വെച്ച് കൊടുക്കുക, ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത്. മരണത്തിന് നമുക്കാർക്കും പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ല. ഇന്നലെ മണികണ്ഠൻ പോയി, നാളെ നമ്മളൊക്കെ പോകും. പക്ഷേ മരണപ്പെട്ട ആ കുടുംബത്തോട് നമുക്ക് നീതി പുലർത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ സഹപ്രവർത്തകരാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇതോടെ നിലവറ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.